അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് ഒരു ചെമ്മീൻ തൊലിയോടുകൂടെ എങ്ങനെ ഇത് പൊരിച്ചെടുക്കും. നമ്മൾ ചെമ്മീൻ കിട്ടിയ ഒരുപാട് പണിയുള്ളത് തൊലിക്കാൻ, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കും. പിന്നെ ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആക്കിയിട്ട് ആ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഈ തൊലി ഉണ്ട് വെച്ചിട്ട് മസാല ഉള്ളിൽ പിടിക്കാതിരിക്കൂല. അതിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിന് വെളുത്തുള്ളി ഞാനിത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ചൊരു പാത്രത്തിൽ. അപ്പോൾ ഞാൻ അതിനെല്ലാത്തിനും ഓരോ സ്പൂണ് വെച്ചിട്ട് ഒരു അര കിലോ ചെമ്മീൻ എടുത്തതിന് ഒരു കിലോ അരക്കിലോത്തിന് ഒരു ചെറിയ സ്പൂണിന് വെളുത്തുള്ളി, അതേപോലെ ഇഞ്ചി, മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഇടണം, മഞ്ഞൾപ്പൊടി അര സ്പൂണ്, പാകത്തിന് ഉപ്പ്, പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ പൊരിക്കുമ്പോൾ 2 കറിവേപ്പിലിൻ്റെ തണ്ടും, അത്ര മാത്രം മതി. പിന്നെ ഇത് മുറിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഈ ചെമ്മീൻ മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പൊരിക്കുന്നതായതുകൊണ്ട് തൊലിയോടുകൂടെ അതിൻ്റെ വാല് വെട്ടിക്കളയാനും തലേൻ്റെ ഭാഗത്ത് വെട്ടിക്കളയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ ചെമ്മീൻ്റെ കണ്ണുണ്ടാവും, ആ കണ്ണിൻ്റെ പുറത്തേക്ക് വേണം വെട്ടാൻ. അതല്ലെങ്കിൽ ഈ തൊലി നമ്മൾ കഴുകുമ്പോൾ പൊളിഞ്ഞു പോകും. അപ്പോൾ നല്ല വൃത്തിക്ക് നിൽക്കില്ല. ചിലരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടി പിന്നെ ഈർക്കളി കുത്തിയിട്ട് ഇങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ വെച്ചിട്ടാണ് പിടിക്കാറില്ല. ഞാൻ ഇപ്പോൾ ഒന്ന് ഈർക്കളി ഒന്നും വെച്ചിട്ടില്ല. നമുക്ക് എളുപ്പമാണ് ഇങ്ങനെ ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാൽ പൊരിക്കാൻ. ഒരുപാട് പണിയില്ല, തൊലിക്കാനും പണിയില്ല, ഒന്നുമില്ല. ഇതെങ്ങനെ പൊരിച്ചെടുക്കുക എന്ന് നോക്കാം. ആദ്യം സ്റ്റൗ കത്തിക്കുക. ഞാൻ അര കിലോ ചെമ്മീനുകളുടെ അളവാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓരോ സ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി 2-3 സ്പൂണ്, 3 സ്പൂണെങ്കിലും വേണം. ടേബിൾ സ്പൂണാണെങ്കിൽ 3.5 സ്പൂണോളം, അര കിലോന്ന് മുളക് പൊടി വേണം, 1/2 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും. അത് ഒഴിക്കുന്നത് പെട്ടെന്ന് മസാല ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയാണ്, തൊലിയുള്ളതല്ലേ. കൂടുതലാവരുത്, അപ്പോൾ ചെമ്മീൻ്റെ ടേസ്റ്റ് മാറും. ആ ചെമ്മീൻ്റെ ടേസ്റ്റും കൂടി കിട്ടണമെങ്കിൽ വെച്ച് കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ. ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചാൽ മതി. നമ്മളിത് നല്ല പൊരിച്ചെടുക്കാനുള്ള എണ്ണ വേണം. നമ്മൾ സാധാ പൊരിക്കും പോലെയല്ല, കുറച്ചും കൂടി എണ്ണ ഇതൊന്ന് പൊരിച്ചിട്ട് കോരിയെടുക്കണം. അപ്പോൾ ഈ തൊലിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ആ ചൂടോടെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ തൊലിയൊക്കെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു കറിവേപ്പിൻ്റെ ടേസ്റ്റിന് ഒരു തണ്ട് കറിവേപ്പില അതിന് മുകളിൽ കൊടുക്കാം. അത് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ചെമ്മീൻ ഒരു ഭാഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട്, മറിച്ചിട്ട് കൊടുക്കുക. മറ്റേ ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഈ ചൂടോടെ തന്നെ കഴിക്കണോ. എണ്ണ അധികം ആയിട്ടില്ല, എണ്ണതിൽ തന്നെ ഉണ്ട്. നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. അധികം എണ്ണ പിടിച്ചിട്ടില്ല. പിന്നെ ഇത് നമ്മൾ കഴിക്കാൻ നേരത്ത് ഇങ്ങനെ പൊരിച്ചെടുക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കുക. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എളുപ്പമാണ്. ഇപ്പോൾ മുറിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കാനില്ല. മുറിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ചെമ്മീൻ്റെ കണ്ണിൻ്റെ മുൻഭാഗത്തേക്കായിട്ട് നമ്മൾ കത്തിരി കൊണ്ട് വെട്ടണം. അത് ഈ ഭാഗത്ത് കടന്ന് വന്നാൽ ഈ തലേൻ്റെ തൊലി പറഞ്ഞു പോരും നമ്മളൊന്ന് കഴുകിയെടുക്കുമ്പോൾ. ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമാവും. എല്ലാവർക്കും കഴിക്കാം. എണ്ണ ഉണ്ടെങ്കിൽ അധികം പിടിച്ചിട്ടില്ല. എണ്ണ ഒഴിച്ച എണ്ണ ഇതിൽ തന്നെ ഉണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.